2018 സെപ്റ്റംബറിൽ റൊസാരിയോ പ്ലസ് എന്ന് പറയുന്ന സ്പാനിഷ് പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഇതാണ്. ബാഴ്സലോണിയയിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത ഫലസ്തീൻ പ്രവർത്തകരിൽ നിന്നും ടീമിന് ലഭിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ശനിയാഴ്ച നടക്കാനിരിക്കുന്ന അർജന്റീന ഇസ്രായേൽ സൗഹൃദ മത്സരത്തിൽ നിന്നും പിന്മാറിയതായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം 70 ഫലസ്തീൻ കുട്ടികളുടെ സംഘം ലയണൽ മെസ്സിക്ക് ശക്തവും വൈകാരികവുമായ സന്ദേശം എഴുതി. ഞങ്ങളുടെ തകർക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ നിങ്ങൾ കളിക്കരുത്. ഞങ്ങളുടെ സന്തോഷം കണ്ണീരായി മാറി. ഞങ്ങളുടെ ഹൃദയം തകർന്നു. നായകൻ മെസ്സി ഞങ്ങളുടെ പൂർവികരുടെ ശവകുടീരങ്ങളിൽ നിർമ്മിച്ച ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുകയെന്നത് യുക്തിസഹമാണോ? യുവ അഭയാർത്ഥികൾ ചോദിച്ചു. റഷ്യയിലേക്ക് പോകാനുള്ള ടീം ബാഴ്സലോണിയയിൽ തുടരും. 2018 സെപ്റ്റംബറിൽ ഇസ്രായേലുമായി അർജന്റീന ഒരു സൗഹൃദ മാച്ച് നടത്താനിരുന്നപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ അർജന്റീന ആ സൗഹൃദ മത്സരം ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ റൊസാരിയോ പ്ലസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. ലോകത്താകമാനമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കവർന്ന നായകനും ടീമുമാണ് മെസ്സിയും അർജന്റീനയും. ഫലസ്തീൻ മുതൽ അറബ് രാഷ്ട്രങ്ങൾ, മിഡിൽ ഈസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും മെസ്സിക്കും അർജന്റീനക്കും ആരാധകരുണ്ട്. അർജന്റീനയുടെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ അർജന്റീന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഫലസ്തീൻ ഇസ്രായേൽ രണ്ട് രാഷ്ട്രങ്ങളുടെയും പരമാധികാരം അംഗീകരിച്ചുകൊണ്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം UN സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത 10 രാജ്യങ്ങളിലൊന്നായി മാറി അർജന്റീന. ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്പിൽ നിന്ന് ഹംഗറി മാത്രമാണ് ഈ പ്രമേയത്തെ എതിർത്തത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു. അൽബേനിയ, കാമറൂൺ, കാങ്കോ, ഫിജി, ഇക്വഡോർ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. ഗസയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കാത്ത അർജന്റീനയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ നീല ജേഴ്സി വലിച്ചെറിഞ്ഞത് തീർത്തും ന്യായമാണെന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. മെസ്സിയെക്കുറിച്ചും മെസ്സിയുടെ നിലപാടുകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകാറ്. മെസ്സി ഫലസ്തീൻ വിരുദ്ധനാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളെ പരിശോധിച്ച് അതൊക്കെ വ്യാജമാണെന്ന് മുജ്തമ തഹ്ഖീഖുൽ അറബി എന്ന് പറയുന്ന അറബ് ഫാക്ട് ചെക്ക് ഹബ് വെബ്സൈറ്റ് പരിശോധിക്കുകയും അതേക്കുറിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 പീസ് ഡെലിഗേഷൻ്റെ ഭാഗമായി ഇസ്രായേലിൽ പോയ മെസ്സിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പലസ്തീൻ വിരുദ്ധനാണെന്ന് പ്രചരിപ്പിക്കുന്ന അത്തരം പ്രചാരങ്ങൾക്കെതിരെ ഈ വെബ്സൈറ്റ് പറയുന്നത് അത് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ, ഫലസ്തീൻ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുകയായിരുന്നു ബാഴ്സലോണിയൻ ടീം. യൂനിസെഫിൻ്റെ ഗുഡ് വിൽ അംബാസഡർ എന്ന നിലയിൽ ഫലസ്തീനിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആസ് എ ഫാദർ ആൻഡ് എ യൂനിസെഫ് ഗുഡ് വിൽ അംബാസഡർ അദ്ദേഹം പറയുന്നത് ഒരു അച്ഛൻ എന്ന നിലയിൽ, അതുപോലെ യൂനിസെഫിൻ്റെ ഗുഡ് വിൽ അംബാസഡർ എന്ന നിലയിൽ ഐ ആം ടെറിബിളി സാഡ്നഡ് ബൈ ദ ഇമേജ് കമ്മിങ് ഫ്രം ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. ഇസ്രായേൽ പലസ്തീൻ സംഘടനകൾക്കിടയിൽ വരുന്ന ചിത്രങ്ങൾ കണ്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് വേർ ദ വയലൻസ് ഹാസ് ഓൾറെഡി ക്ലൈംഡ് സോ മെനി യങ് ലൈവ്സ് ആൻഡ് ഇൻജേർഡ് കൗണ്ട്ലെസ് ചിൽഡ്രൻ. കോൺഫ്ലിക്റ്റിനിടയിൽ നിരവധി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു, അവരുടെ ജീവൻ നഷ്ടമായി. ഈ സംഘടന ഉണ്ടാക്കിയത് കുട്ടികളല്ല, ബട്ട് ദേ ആർ പേയിങ് ദ അൾട്ടിമേറ്റ് പ്രൈസ്. അവരാണ് ഏറ്റവും വലിയ വില നൽകുന്നത്. പലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമീപനം, രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മെസ്സിയുടേതായി നമ്മൾ കണ്ടിട്ടില്ല. ഇത് പറയാൻ കാരണം
മറഡോണയുടെ പ്രസ്താവന വളരെ വ്യക്തമാണ്. പ്രോ പലസ്തീൻ സമീപനം നിരവധി തവണ വ്യക്തമാക്കിയ ആളാണ് മറഡോണ. 2018 അദ്ദേഹം മഹ്മൂദ് അബ്ബാസിനെ മോസ്കോവിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ മൈ ഹാർട്ട് ഐ ആം എ പാലസ്തീൻ, എൻ്റെ ഹൃദയം കൊണ്ട് ഒരു പലസ്തീനിയാണ് എന്ന് പ്രഖ്യാപിച്ച മറഡോണയുടെ സമീപനം ഒരിക്കലും മെസ്സി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രോ ഇസ്രായേലാണോ പ്രോ പലസ്തീനാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ അർജന്റീന സ്വീകരിച്ച സമീപനം വളരെ വ്യത്യസ്തമാണ്, പ്രതിഷേധാർഹമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായി ഇസ്രായേലിൽ ഒരു എംബസി സ്ഥാപിച്ച രാജ്യമാണ് അർജന്റീന. അങ്ങനെ ഒരു ചരിത്രം കൂടി അർജന്റീനക്കുണ്ട്. അർജന്റീനയോടൊപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ബ്രസീലിനാണ്. പക്ഷേ ആ ബ്രസീൽ സ്വീകരിച്ച സമീപനം വളരെ വ്യത്യസ്തമാണ്. സെനാരോയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന പുതിയ പ്രസിഡന്റ് ലുല ദി സെൽവ വളരെ വ്യക്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, വി കനോട്ട് റിമൈൻ ഇൻഡിഫറൻറ്റ് ടു ദ ജനസൈഡ് carried by the Israel in Gaza. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഈ വംശഹത്യയോട് നിസ്സംഗമായ സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന വ്യക്തമായ നിലപാടാണ് ബ്രസീൽ സ്വീകരിച്ചത്. എന്നാൽ അർജന്റീനയുടെ പുതിയ ഭരണാധികാരി ഹെവിയർ മിലയുടെ സമീപനം വളരെ വ്യത്യസ്തമാണ്. പലസ്തീൻ വിരുദ്ധനും ഇസ്രായേൽ അനുകൂലിയുമാണ്. ഇസ്രായേലിലെ അർജന്റീനയുടെ എംബസി അത് ടെൽ അവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റും 2026 എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ അനുകൂല സമീപനത്തിൻ്റെ മകുടോദാഹരണമാണത്. ടെൽ അവീവിൽ നിന്നും ജെറുസലേമിലേക്ക് എംബസി മാറ്റാൻ തീരുമാനിച്ച 7ാമത്തെ രാഷ്ട്രമാണ് അർജന്റീന. കളിയിൽ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഇസ്രായേലിനെ കളിക്കളത്ത് നിന്ന് പുറത്ത് നിർത്തണമെന്ന് പറയുന്നവർ കായികരംഗത്ത് രാഷ്ട്രീയം ഇടപെട്ട നിരവധി ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട്. യുക്രൈൻ ആക്രമിച്ചതിൻ്റെ പേരിൽ ചുവപ്പൻ കരടികൾ എന്നറിയപ്പെടുന്ന റഷ്യയെ കളിക്കളത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല 1964 മുതൽ 1988 വരെ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. നെൽസൺ മണ്ടേലയുടെ ജയിൽവാസ കാലഘട്ടത്തിൽ പോരാട്ടം രൂക്ഷമായ ഘട്ടത്തിൽ ലോക മനസാക്ഷി ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചനത്തിനെതിരെ ഉയർന്നിരുന്നു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ അമേരിക്കയും അമേരിക്കൻ ചേരിയിലുള്ള രാഷ്ട്രങ്ങളും 1980 മോസ്കോ ഒളിമ്പിക്സ് ബഹിഷ്കരിച്ചിരുന്നു. 1984 റഷ്യയും റഷ്യയുടെ സഖ്യരാഷ്ട്രങ്ങളും USSRൽപ്പെട്ട രാഷ്ട്രങ്ങളും റഷ്യൻ ചേരിയിൽപ്പെട്ട രാഷ്ട്രങ്ങളും ലോസ് ആഞ്ചലസിൽ നടന്ന ഒളിമ്പിക്സ് ബഹിഷ്കരിക്കുകയുണ്ടായി. തിരിച്ചും ബഹിഷ്കരിച്ചു. പന്തുകൾക്കൊപ്പം ആരാധകരുടെ മനസ്സുകൾ സഞ്ചരിക്കും. അവർ തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ നെഞ്ചേറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ചോരയുടെ കണക്കുകൾ, വിശന്നു മരിക്കുന്നവരുടെ ദുരന്ത ജീവിതങ്ങൾ.